ആൻറ്റി ഗോൾഡ് കട്ട് ബീഡും സീക്വൻസും വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിൾ കുർത്തി ഡിസൈൻ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നെക്ക് ലൈനിലൂടെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡാണ്. അത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നീഡിൽ നമ്പർ 12 ആണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത കുർത്തിയിലും ചെയ്യാം കേട്ടോ. ഈ പ്ലെയിൻ ടോപ്പിൽ മാത്രമല്ല, സ്റ്റിച്ച് ചെയ്ത കുർത്തിയിൽ ചെയ്യാം, അതുപോലെ സാരി ബ്ലൗസിൽ ചെയ്യാം, എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഡിസൈൻ ചെയ്യാം. അത്രയ്ക്ക് സിമ്പിളാണ് കേട്ടോ ഈ വർക്ക്. ബിഗിനേഴ്സിനാണെങ്കിലും ഈ ഡിസൈൻ ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് വേറെ വരയ്ക്കാനായിട്ടൊന്നുമില്ല. ആകെ നെക്ക് ലൈൻ മാത്രം വരച്ച് കൊടുത്താൽ മതി. ബാക്കി നമ്മൾ ബീഡ് വെച്ച് ചെയ്യുമ്പം ആ ഒരു ഡിസൈൻ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്യണേ. നെക്കിൽ ഒരു റോ ബീഡ് വർക്ക് ചെയ്ത ശേഷം നീഡിൽ ഇതുപോലെ എടുക്കുകയാണ്. ഇനി ആ നീഡിലേക്ക് 2 കട്ട് ബീഡ് ഒരു സീക്വൻസ് ഒന്നിച്ചെടുക്കണം. ഇതേപോലെ എടുക്കുക. എന്നിട്ട് നേരെ ഇതേപോലെ പിടിച്ചിട്ട് നീഡിൽ താഴ്ത്തി എടുക്കുകയാണ്. അപ്പോൾ ആ സീക്വൻസ് ക്ലോത്തിലേക്ക് ഇതുപോലെ പതിഞ്ഞ് വരുന്നതായിരിക്കും. ഇനി നമ്മൾ കുറച്ച് മാറ്റി ഒരു 2 ബീഡ് മാറ്റി വീണ്ടും നീഡിൽ ഇതുപോലെ എടുക്കുക. അതേപോലെ തന്നെ 2 കട്ട് ബീഡ് ഒരു സീക്വൻസ് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താണ് നമ്മുടെ നെക്ക് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഇനി കുർത്തിയുടെ സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. 10 ഇഞ്ചസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. സെൻറ്ററിൽ നിന്ന് 5 ഇങ്ങോട്ടും 5 ഇങ്ങോട്ടുമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് റോയിൽ നമ്മൾ നെക്കിൽ എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ലൈൻ നമുക്ക് താഴേക്ക് വരയ്ക്കണം. ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ചസ് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഒരു ലൈൻ വരച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ വരച്ച ആ ലൈനിലൂടെ ഒരു റോ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഒരു കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കട്ട് ബീഡ് നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പ് കണക്കാക്കി വേണം വരയ്ക്കാനായിട്ട്. അധികം അടുപ്പിച്ച് വേണ്ട കേട്ടോ, ബീഡ് കുറച്ചകത്തി വേണം ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.